നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ശനി എന്ന് പറയുന്നത് ആയുർകാരകനും കർമ്മകാരകനുമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം തരാനുള്ള അവകാശവും അധികാരവും ശനിക്ക് മാത്രമാണ്. അതുകൊണ്ട് ശനിയെ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നിവിടെ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് 2025 മാർച്ച് 29 നടക്കാൻ പോകുന്ന ശനിമാറ്റം വഴി കന്നിക്കൂറുകാർക്കുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. 2025 ശനി സംക്രമ സമയത്ത് കന്നി രാശിക്കാർക്ക് 5ാം ഭാവാധിപനും 6ാം ഭാവാധിപനുമായ ശനി 7ാം ഭാവത്തിലേക്കാണ് നീങ്ങുന്നത്. ഇത് ഇവരുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ സക്സസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കുറച്ച് നാളുകളായി സക്സസ് ആവാത്ത പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയി അതുവഴി ഇവർക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നൊരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. 7ാം ഭാവത്തിൽ നിന്നും ഈ കാലഘട്ടം ദീർഘകാല പങ്കാളിത്തത്തിന് ഊന്നൽ നൽകുന്നതാണ്. ഇത് പ്രണയവിവാഹത്തിനുള്ള അവസരങ്ങൾ നൽകുന്നു. നിങ്ങൾ ഇപ്പോൾ ഒരു ബന്ധത്തിലാണെങ്കിൽ അത് വിവാഹത്തിന് വഴിയൊരുക്കും. നിങ്ങളൊരു ഇഷ്ടപ്പെട്ട പെൺകുട്ടി അല്ലെങ്കിൽ പുരുഷനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് നടക്കാൻ പോകുന്നൊരു വർഷം തന്നെയായിരിക്കും 2025 എന്ന് പറയുന്നത്. ശനി സംക്രമം 2025 വിവാഹ ബിസിനസ് ശ്രമങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആവശ്യ കാര്യങ്ങൾക്കായി നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സാങ്ഷൻ ലഭിക്കും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. നിങ്ങൾക്ക് ഏത് കാര്യത്തിനും, ബിസിനസ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കടമെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സാധിക്കും. ആ പണം നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുള്ളൊരു ഭാഗ്യം കൂടി ശനിദേവൻ കൊണ്ടുത്തരും എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ശനി സംക്രമം വൻകിട ബിസിനസ് അല്ലെങ്കിൽ ചെറുകിട ബിസിനസ്സുകാർക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷം തന്നെയായിരിക്കും 2025 എന്ന് പറയുന്നത്. കൂടാതെ ഈ ശനി 9, 1, 4 ഭാവങ്ങളിൽ കൂടി സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത് വിസ്തൃതമായ യാത്രയ്ക്കുള്ള സാധ്യതകളാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് നല്ല യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല നല്ല യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കൈവരും. ഒപ്പം അന്താരാഷ്ട്ര ബിസിനസ് യാത്രകളൊക്കെ ചെയ്യുന്ന വൻകിട ബിസിനസ്സുകാർക്ക് ആ യാത്രയിലൂടെ അവർ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ധനം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ശനിമാറ്റം വഴി കന്നിക്കൂറുകാർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ ജൂലൈ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ കുടുംബങ്ങൾക്കിടയിൽ, അതായത് കുടുംബങ്ങളിലെ അംഗങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇത് ഗാർഹിക അന്തരീക്ഷത്തെ സ്വാധീനിക്കുന്നു. നിങ്ങളുടെ ഒരു ഗാർഹിക അന്തരീക്ഷത്തെയൊക്കെ സ്വാധീനിക്കാനുള്ളൊരു സമയം കൂടിയാണ് ഈ സമയത്ത് വരാൻ പോകുന്നത്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഈ ഘട്ടത്തിൽ സാഹചര്യങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ സമയത്ത് നിങ്ങൾ മുൻകൈയെടുത്ത് ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളത് ആണ് ഇതിൽ പറയുന്നത്. കൂടാതെ ഈ സംക്രമം ദീർഘകാല നിക്ഷേപങ്ങൾക്ക്, അതായത് നിങ്ങൾ ഷെയറിലോ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങാനോ താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ശനിമാറ്റം വഴി ആ ഷെയറിൽ നിന്നോ വസ്തുവിൽ നിന്നോ ഒരുപാട് ലാഭം കൊയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ശനിമാറ്റം 2025 മാർച്ചിൽ തുടങ്ങുകയാണെങ്കിലും ഇനി വരുന്ന 2.5 വർഷക്കാലം ഈ ശനിമാറ്റം ഉണ്ട്. ശനി ഉണ്ട്. ഈ ശനി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതായത് ശനി ഒരു രാശി പൂർത്തിയാക്കുന്നത് 2.5 വർഷം കൊണ്ടാണ്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ശനി മീനം രാശിയിലേക്ക് വരുന്നത്. മീനം എന്ന് പറയുന്നതും വ്യാഴക്ഷേത്രമാണ്. വ്യാഴക്ഷേത്രത്തിൽ വരുന്ന ഈ ഒരു ശനി നിങ്ങളെ തീർച്ചയായും ധനപരമായ കാര്യങ്ങളിൽ അനുഗ്രഹിക്കും എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ദാമ്പത്യ ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുസ്ഥിരമായ ദാമ്പത്യ സന്തോഷത്തിനായി സത്യസന്ധതയും വിശ്വസ്തതയും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തിക്കൊണ്ടുപോകുന്നതിന് അവരുടെ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ നോക്കി സത്യസന്ധതയും എല്ലാം പുലർത്തി വേണം മുമ്പോട്ട് പോകാനായിട്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ തരത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും ബിസിനസ് രംഗത്തും എല്ലായിടത്തും നിങ്ങൾക്ക്, സമൂഹത്തിൽ പോലും നിങ്ങൾക്ക് നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്നുള്ളതും സത്യമാണ്, വാസ്തവമാണ്. ശനിദേവൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.